നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അന്ത്യം സംഭവിക്കുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നടൻ ബാലൻ കെ നായരുടെ മകനാണ് ഇദ്ദേഹം. 1983 പുറത്തിറങ്ങിയ അസ്ത്രമാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. PN മേനോൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സ്റ്റുഡിയോ ബോയുടെ കഥാപാത്രമായാണ് മേഘനാഥൻ അഭിനയിച്ചത്. സിനിമകളിൽ വില്ലനായി തിളങ്ങിയ അച്ഛൻ ബാലൻ കെ നായരുടെ അതേ പാതയാണ് മകനും പിന്തുടർന്നത്. എന്നാൽ അതിൽ മേഘനാഥന് ഒട്ടും പരിഭവമില്ലായിരുന്നു. അധികം കഥാപാത്രങ്ങളൊന്നും അദ്ദേഹത്തെ തേടി വന്നിരുന്നില്ല. എങ്കിലും അഭിനയിച്ചവയെല്ലാം ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. സിനിമകളിൽ വെറുപ്പിച്ച വില്ലനായിരുന്നെങ്കിലും ജീവിതത്തിൽ ഒരു പച്ചയായ മനുഷ്യനായിരുന്നു മേഘനാഥൻ. പഠിക്കാൻ അത്ര മിടുക്കനൊന്നുമല്ലായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ബാലൻ കെ നായർ അദ്ദേഹത്തെ 10ാം ക്ലാസ് വരെ സംവിധായകൻ KG രാജശേഖരന്റെ വീട്ടിൽ നിർത്തിയാണ് പഠിപ്പിച്ചത്. അവിടെ എത്തിയിരുന്ന ബാലൻ കെ നായരുടെ സുഹൃത്തുക്കളായിരുന്നു മേഘനാഥനെ സിനിമയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണ് അസ്ത്രം സിനിമയിൽ അഭിനയിക്കുന്നത്. തുടർന്ന് അഭിനയിച്ച പഞ്ചാഗ്നിയിലെ വില്ലൻ കഥാപാത്രം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പിന്നീട് വലിയ നടന്മാരോടൊപ്പം പ്രതിനായകനായും തിളങ്ങി. കുടമാറ്റം സിനിമയുടെ സമയത്താണ് അദ്ദേഹത്തിന് അപകടമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടിയും വന്നു. ചെങ്കോൽ, ഈ പുഴയും കടന്ന്, ഉത്തമൻ, പഞ്ചാഗ്നി, ചമയം, രാജധാനി, ഭൂമിഗീതം തുടങ്ങി 50ഓളം ചിത്രങ്ങളിലാണ് ഇദ്ദേഹം അഭിനയിച്ചത്. വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധ നേടിയ അദ്ദേഹം പിന്നീട് ക്യാരക്ടർ റോളുകളിലും അഭിനയിച്ചു. വളരെയധികം സീരിയലുകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. സ്നേഹാഞ്ജലി, സ്ത്രീത്വം, മേഘസന്ദേശം, ചിറ്റ തുടങ്ങിയ സീരിയലുകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചത്. 2022 പുറത്തിറങ്ങിയ കൂമനാണ് അവസാനമായി അദ്ദേഹം അഭിനയിച്ച സിനിമ.